ഇന്നിപ്പോൾ എൻ്റെ ഒരു ഓഫ് ഡേ കണ്ടാലോ. ഇന്ന് സ്നോ ഡേയും കൂടെ ആണ് കേട്ടോ. നമുക്കിപ്പോൾ ഓൾറെഡി വെതർ അലേർട്ട് വാർണിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരു 15 to 30 സെൻറ്റിമീറ്റർ സ്നോ ഒക്കെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതും രാവിലത്തെ എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കാൻ മിസ്സായി. പക്ഷെ സ്നോ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു നമ്മളുടെ ആയുധങ്ങളൊക്കെ എടുത്തിട്ട് സ്നോ റിമൂവ് ചെയ്യാൻ ഇറങ്ങാമെന്ന് വിചാരിച്ചു. സാധാരണ ഇതൊക്കെ ചെയ്യുന്നത് അമലാണ്. ഞാൻ ഈ പരിസരത്തേക്കേ പോകാറില്ല, അമലടിപ്പിക്കാറുമില്ല. പക്ഷെ ഞാൻ ഇപ്രാവശ്യം വിചാരിച്ചു ആൾ ജോലിക്ക് പോയേക്കുമല്ലേ, വരുമ്പോൾ ഒന്ന് സന്തോഷമായിക്കോട്ടെ. പിന്നെ ഒരുപാട് ലോഡ് ഉണ്ടാവില്ലല്ലോ കുറച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ. -18 പുറത്തെ ടെമ്പറേച്ചർ. പക്ഷേ അതല്ല ആക്ച്വൽ ടെമ്പറേച്ചർ. ആക്ച്വൽ ടെമ്പറേച്ചർ -32. കാറ്റൂടെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ടെമ്പറേച്ചറാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ -32. കാറ്റുണ്ടെന്ന് തന്നെയല്ല, നമുക്കൊട്ടും നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സ്നോഫോളും ഉണ്ടായിരുന്നു നന്നായിട്ട്. ഞാൻ എന്നാലും ക്ലീൻ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. കാരണം മുമ്പിൽ നിന്ന് തൊട്ട് ഇറങ്ങാൻ പോലും പറ്റാത്ത രീതിയിലാണ് സ്നോ വീണ് കിടക്കുന്നത്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒരു സ്നോ റിമൂവൽ വണ്ടി പോകുന്നത് കാണാൻ പറ്റും. ഇവിടെ റോട്ടിലെ സ്നോ മൊത്തം അങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അപ്പുറത്തെ സൈഡിൽ ഇത്രയും സ്നോ കാണത്തില്ല. അത് വിൻഡിൻ്റെ ഡയറക്ഷനിലാണ് ഈ സ്നോ മൊത്തം വരുന്നത്. അപ്പോൾ ഭാഗ്യവാന്മാരായി അപ്പുറത്തെ വീട്ടുകാർക്കൊന്നും ഇത്രയും സ്നോ ക്ലീൻ ചെയ്യാനില്ല. ഞാൻ കുറച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അവശതയായിപ്പോയി. കാറ്റ് കാരണം നമുക്ക് നിൽക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. മുഖമൊക്കെ പൊള്ളുന്ന പോലെ ഫീൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു തൽക്കാലം ഇവിടെ വെച്ച് നിർത്തിയിട്ട് ഇനി കുറച്ച് നേരം കഴിഞ്ഞാവാന്ന്. കാര്യം എന്താണെന്ന് വെച്ചാൽ സ്നോ വീണുകൊണ്ടേ ഇരിക്കുകയല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും ക്ലീൻ ചെയ്യേണ്ടി വരും. സ്നോ വീണ്ടും വീണുകൊണ്ടിരിക്കും. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് പയ്യെ മീൽ പ്രെപ്പ് നോക്കാം. എൻ്റെ കയ്യിൽ കുറച്ച് വെജിറ്റബിൾസും കുറച്ച് ചിക്കൻ്റെ വിങ്സൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ വിചാരിച്ചു കുറച്ച് മീൽ പ്രെപ്പ് ചെയ്ത് വെച്ചാൽ എനിക്ക് ഈ ആഴ്ച കുറച്ചും കൂടെ എളുപ്പമായിരിക്കുമല്ലോ കാര്യങ്ങൾ. അപ്പം ഞാൻ റാഡിഷ് എടുത്തിട്ടുണ്ട്. റാഡിഷ് പക്ഷേ ഞാൻ ഇതുവരെ മേടിച്ചിട്ടില്ല കേട്ടോ. റാഡിഷ് ഞാൻ തോരൻ വെക്കാമെന്നാണ് വിചാരിച്ചത്. എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും ഞാൻ തോരൻ്റെ പാകത്തിന് അരിഞ്ഞ് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഞാനാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഡോളർ സ്റ്റോറിൽ പോയപ്പോൾ ഒരു ചോപ്പർ മേടിച്ചു. അത് വെച്ചാൽ ഞാനിപ്പോൾ എൻ്റെ എല്ലാ വെജിറ്റബിൾസും ശരിയാക്കുന്നത്. അടിപൊളിയായിട്ട് ഒരു 2 മിനിറ്റിൽ, മാക്സിമം 2 മിനിറ്റിൽ നമുക്ക് എല്ലാ വെജിറ്റബിൾസും ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് വേണ്ട ഏത് പാകത്തിനാണോ, തോരൻ്റെ പാകത്തിനോ ഏത് സാലഡ്സിൻ്റെ പാകത്തിനോ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ബീൻസ്, ക്യാരറ്റ് എല്ലാം എൻ്റെ കയ്യിലുണ്ടായിരുന്ന റാഡിഷ് എല്ലാം ഞാൻ ഇത് വെച്ച് തന്നെയാണ് ചോപ്പ് ചെയ്തത്. ഒരാഴ്ചത്തേക്ക് എനിക്ക് വേണ്ട എല്ലാ പച്ചക്കറികളും ഞാൻ ഇതുപോലെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതുപോലത്തെ ഓരോരോ ഗ്ലാസ് കണ്ടെയ്നേഴ്സിലാക്കി ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കും. അപ്പോൾ എനിക്കത് എളുപ്പമാണ്. ഞാൻ ഭക്ഷണം ഉണ്ടാക്കാൻ നേരത്ത് ഇത് നേരെ എടുക്കുക. ഇപ്പോൾ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്, അത് തോരനാണെങ്കിൽ ഓരോരോ ദിവസത്തേക്കുള്ള തോരനും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ശരിയാക്കാൻ പറ്റും. അപ്പോൾ നമ്മളുടെ കട്ട് ചെയ്ത് അങ്ങനത്തെ നേരമൊന്നും പോവില്ലല്ലോ. ഇപ്പോൾ മീൽ പ്രെപ്പ് ചെയ്യുന്ന ആരുടെ അടുത്ത് ചോദിച്ചാലും അറിയാൻ പറ്റും അത് ഭയങ്കര എളുപ്പമുള്ള പരിപാടിയാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഒരാഴ്ചയിലുള്ള ഒരുപാട് ജോലികൾ നമുക്ക് എളുപ്പമാക്കാൻ പറ്റും. നേരെ എല്ലാ കാര്യങ്ങളും ഫ്രിഡ്ജിൽ കട്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ നേരെ വന്ന് കുക്ക് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഒരുപാട് സമയം നമുക്കങ്ങനെ ലാഭിക്കാൻ പറ്റും. പിന്നെ എൻ്റെ ഒരു വഴുതനങ്ങയും കൂടെ ഉണ്ടായിരുന്നു. വഴുതനങ്ങ നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല. വഴുതനങ്ങ ഫ്രൈ ചെയ്തിട്ട് നമ്മൾ തൈരിട്ടിട്ടൊരു കറി വെക്കുമല്ലോ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വഴുതനങ്ങ ഞാൻ അരപ്പ് വെച്ച് വെക്കുന്നത്. പിന്നെ ഇങ്ങനെ ഗ്ലാസ് കണ്ടെയ്നേഴ്സിൽ തന്നെ വെക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ. സിപ്പ് ലോക്കിലൊക്കെ സൂക്ഷിച്ച് വെക്കുന്നവരുണ്ട് ഫ്രിഡ്ജിൽ. എൻ്റെ കയ്യിൽ സിപ്പ് ലോക്ക് തീർന്നു പോയതുകൊണ്ടാണ് ഞാൻ ഗ്ലാസ് കണ്ടെയ്നേഴ്സ് എടുത്തത്. സിപ്പ് ലോക്കിൽ വെക്കുന്നതാണ് കുറച്ചും കൂടെ കൺവീനിയൻറ്റ്. പിന്നെ ഞാൻ ഈ സംഭവം കൂടെ വാങ്ങാറുണ്ട്. ഇതാണെങ്കിൽ ഒരു തോരനുള്ളത് കറക്റ്റ് ഒരു പാക്കറ്റിൽ നിന്ന് നമുക്ക് കിട്ടുമല്ലോ. പിന്നെ ഇത് ചീരയാണ്. ചീരയും ഞാൻ ഇതുപോലെ വാങ്ങിച്ച് സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. കാരണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മുട്ടയുടെ കൂടെ ഓംലേറ്റായിട്ട് ഞാൻ ചീരയും കൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കാറുണ്ട്. പിന്നെ ഞാൻ ആദ്യം ക്യാരറ്റ് ചോപ്പ് ചെയ്ത് വയ്ക്കാൻ മറന്നുപോയി. പിന്നെയാണ് ഞാൻ ഓർത്തത് ക്യാരറ്റും ബീൻസും കൂടെ ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതിൻ്റെ തന്നെ പാത്രത്തിലേക്ക് ഞാൻ ചോപ്പ് ചെയ്ത ക്യാരറ്റും കൂടെ ഇട്ട് വയ്ക്കുകയാണ്. പച്ചക്കറികൾ മാത്രമല്ല കേട്ടോ, ഞാൻ മീനും ചിക്കനും ഒക്കെ ഇതുപോലെ തന്നെ മാരിനേറ്റ് ചെയ്ത് വെക്കാറുണ്ട് ഫ്രിഡ്ജിൽ.
ഇപ്രാവശ്യം എനിക്ക് ഫിഷ് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല. കാരണം ഇവിടെ ഞങ്ങൾക്ക് എല്ലാം ഫ്രോസൺ ആയിട്ടുള്ള മീനൊക്കെയല്ലേ കിട്ടുന്നത്. അത് ഒത്തിരി നേരം എടുക്കും അതിൻ്റെ ഐസൊക്കെ വിട്ട് കിട്ടാൻ വേണ്ടി. പുറത്തൊക്കെ കുറച്ച് നേരം വെക്കണം. അപ്പോൾ ഇപ്രാവശ്യം ഞാനത് ചെയ്തില്ല. അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഓൾറെഡി ഞാൻ വിങ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ചിക്കൻ വിങ്സ്. അതാണെങ്കിൽ ഫ്രോസനും അല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അത് തന്നെ മാരിനേറ്റ് ചെയ്ത് വെക്കാം, ഫിഷ് എടുക്കാതെ. പിന്നെ ഈ മെഴുക്ക് പുരട്ടിയുടെയും ഒരു ചാറുകറിയുടെയും കൂടെ ഇച്ചിരി ചിക്കൻ വറുത്തതോ ഇച്ചിരി മീൻ പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക രസമല്ലേ ചോറ് കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ എപ്പോഴും നോക്കാറുണ്ട് എന്തെങ്കിലും ഒരു നോൺ വെജ് നമ്മൾ കഴിക്കുന്നതിൻ്റെ കൂടെ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. എന്തായാലും നമുക്ക് പ്രോട്ടീനും ആവശ്യമാണല്ലോ, അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ മീൽ പ്രിപ്പൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി പുറത്തേക്ക് നോക്കുന്നുണ്ട് കേട്ടോ. ഒരു കുറവുമില്ല കാറ്റിനും സ്നോയ്ക്കും. പിന്നെ ഉച്ചയായപ്പോൾ എന്താ നല്ല വിശപ്പും തുടങ്ങി. ഇന്നലെ ഉണ്ടാക്കി വെച്ച ബിരിയാണി ഉണ്ടായിരുന്നു. ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ ബിരിയാണി ഉണ്ടാക്കിയത്. അതും ജീരകശാല റൈസിലാണ് നമ്മളിത് ഉണ്ടാക്കിയേക്കുന്നത്. ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിരുന്നു. പിന്നെ സാലഡും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആർക്കെങ്കിലും ഈ ബിരിയാണിയുടെ റെസിപ്പി വേണമെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, റെസിപ്പി ആയിട്ട് ചെയ്യാവേ. മീൽ പ്രപ്പും ഫുഡ് റെഡിയൊക്കെ കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് സിങ്കിൽ കുറച്ച് പാത്രങ്ങൾ കിടക്കുന്നത്. അപ്പോൾ പിന്നെ സിങ്കിലെ പാത്രങ്ങളും കൂടെ അങ്ങോട്ട് കഴുകി വെക്കാൻ കരുതി. സിങ്ക് കാലിയായിട്ട് കിടക്കണ കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ കയ്യോടെ ആ പാത്രങ്ങളും കൂടെ കഴുകി വെച്ചു. പിന്നെ ഫുൾ ചിന്ത പുറത്തെ സ്നോ എന്തായി എന്നുള്ളതായി. പാത്രം കഴുകി കഴിഞ്ഞ ഉടനെ തന്നെ പോയി വാതിൽ തുറന്നു, പുറത്തെന്തായി ഈ അവസ്ഥ എന്നറിയാനായിട്ട്. നോക്കിയപ്പോൾ എന്താ, നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചില്ലേ, അവിടെ കൂടെ അതേ സ്നോ വീണിട്ടുണ്ട് മൊത്തത്തിൽ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ക്ലീൻ ചെയ്തിട്ട് കാര്യമില്ല. വൈകുന്നേരം വരെ കാത്തിരിക്കാം എപ്പോൾ സ്നോ തീരുമെന്ന്. അപ്പോൾ ഇറങ്ങി ഇനി സ്നോ നിൽക്കുമ്പോൾ ഇനി നമുക്ക് ക്ലീൻ ചെയ്ത് തുടങ്ങാം. ജോലി സ്ഥലത്തും ഒരുപാട് ചെടികൾ ഡീൽ ചെയ്യുന്നുണ്ട്. വീട്ടിലുള്ള ചെടികളെ ചിലപ്പോഴൊക്കെ ഞാനങ്ങോട്ട് അവഗണിക്കാറുണ്ട്. അതുങ്ങൾ ചില സമയത്ത് ഭയങ്കര വാടിത്തളർന്ന് നിൽക്കുന്ന കാണുമ്പോഴേ ഞാൻ പോയി വെള്ളം ഒഴിക്കത്തുള്ളൂ. ഇതിൻ്റെ പുതിയ ലിപ്സ്റ്റിക് പ്ലാന്റിലുള്ള ഫ്ലവറാണ് കേട്ടോ. 4:30 ആയപ്പോൾ ഞാൻ ഒന്നുകൂടെ പുറത്തിറങ്ങി നോക്കി. അപ്പോൾ അതിനേക്കാൾ ഭീകരമായിട്ടുണ്ട്. ഡോറ് വന്ന് മുട്ടുന്ന പോലെ ആയിട്ടുണ്ട്. സ്നോ വന്ന് വാതിക്ക വരെ സ്നോ ആയി. ജോലി കഴിഞ്ഞ് വന്ന അമലിന് വീട്ടിൽ കയറാൻ പറ്റാതെ വഴിയുണ്ടാക്കുന്ന കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത്. എങ്ങനെയൊക്കെയോ സ്നോ ഒക്കെ തട്ടിമാറ്റി ആൾ വീട്ടിൽ കയറിയിട്ടുണ്ട്. അമൽ ജോലി സ്ഥലത്ത് നിന്ന് ഇറങ്ങുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാനുള്ള ബിരിയാണി മൊത്തം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ബിരിയാണിയൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളൊന്ന് ഷോപ്പേഴ്സിൽ പോകാമെന്ന് വിചാരിച്ചു. ഇറങ്ങിയപ്പോഴാണ് കാറിൻ്റെ സൈഡ് മൊത്തം ബ്ലാക്ക് ഐസാണ്. ബ്ലാക്ക് ഐസ് പിന്നെ അറിയാലോ, കാല് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ വീഴും നമ്മളവിടെ മൊത്തം. അങ്ങനെ ഞങ്ങൾ ഷോപ്പേഴ്സിൽ പോയി ഞാൻ 2 ഷെയ്ഡ് മേടിച്ചിട്ടുണ്ട് ലിപ്സ്റ്റിക്കിൻ്റെ. അതിൻ്റെ റിവ്യൂ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. പിന്നെന്താ പരിപാടി, പിന്നെ ക്ലീൻ ചെയ്യൽ തുടങ്ങി. കാരണം സ്നോ പയ്യെ നിന്നു. അപ്പോൾ പിന്നെ നമ്മൾ വഴി മൊത്തം ക്ലീൻ ചെയ്തു. ഇപ്പം നടക്കാനുള്ള വഴിയൊക്കെ സൈക്കിളൊക്കെ മൂടിപ്പോയി. പിന്നെ വാക്ക് വേയും കൂടെ ക്ലീൻ ചെയ്യണമായിരുന്നു, അതുകൂടെ ക്ലീൻ ചെയ്തു. ഇപ്പം അറ്റ്ലീസ്റ്റ് നമുക്ക് വഴിയെങ്കിലും ഒന്ന് കാണാം. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു സ്നോ നിറഞ്ഞിട്ടുള്ള ഒരു ഓഫ് ഡേ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ.